ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാറ് ബ്രദർ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ, രണ്ട് മൂന്ന് ദൈവവചനത്തിൻ്റെ രൂപത്തിലാണ് എൻ്റെ മനസ്സിൽ ഞാൻ കൂടുതലായിട്ടും അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ നീതി നിയമത്തിൻ്റെയും ഫരിസയരുടെയും നീതിയെ അതിൽ ലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. ബ്രദർ പറഞ്ഞ പല കാര്യങ്ങളും ഈ ഫരിസയ നീതിയും ദൈവത്തിൻ്റെ നീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്, അത് പഴയ നിയമത്തിൻ്റെ നീതിയിൽ നിന്ന് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ നീതിയിലൂടെ എങ്ങനെ അത് യാഥാർത്ഥ്യമായി അതിൻ്റെ വ്യത്യാസം എന്താണെന്നും അതെങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ഇന്നലെ ആ ധൂർത്തപുത്രൻ്റെ ഉപമ അനലൈസ് ചെയ്തപ്പോൾ ആ മൂത്തപുത്രൻ്റെ പലപ്പോഴും ഞാൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ തന്നെ ജീവിതം അതിലൂടെ വിലയിരുത്തിയപ്പോൾ ആ മൂത്തപുത്രൻ്റെ റോളിലാണ് പലപ്പോഴും ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ ഒരു ടെൻഡൻസി ആണല്ലോ എന്നുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിൽ അത് തോന്നി. അപ്പോൾ അതിനോടനുബന്ധിച്ച് എൻ്റെ മനസ്സിൽ വന്ന ഒരു വചനം പൗലോസ്ലീഹ പറഞ്ഞത് ഇതാണ്: നിയമം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഈശോയുടെ മരണത്തെക്കുറിച്ചും പിന്നീടുള്ള ഇന്നലെ നമ്മൾ പറഞ്ഞ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഇന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴേ ധ്യാനിച്ചപ്പോഴേ ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലായത് ഇതാണ്: ഈശോയെ വധിക്കുന്നത് തന്നെ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞങ്ങളുടെ നിയമം അനുസരിച്ച് അവൻ വധിക്കപ്പെടണം. അതാണ് അവർ പീലാത്തോസിനോട് പറയുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ വരുമ്പോൾ പലപ്പോഴും എല്ലാത്തിനെയും നശിപ്പിക്കുന്ന, വധിക്കുന്ന, അതേസമയം ഈ മരണപ്പെട്ടവനെ ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻ്റെ ജീവിതത്തിലല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ, ആരുടെയാണെങ്കിലും ജീവിതത്തിൽ ഈ ഫരിസയ മനസ്ഥിതി നിയമം കൊല്ലുകയാണ്, വാസ്തവത്തിൽ ആത്മാവാണ് നമ്മളെയൊക്കെ ജീവിപ്പിക്കുന്നത് എന്നുള്ള. അപ്പോൾ ആത്മാവിനുള്ള ഒരു തുറവി വന്നെങ്കിൽ മാത്രമേ ഏത് കാര്യത്തിലും ഒരു ദൈവത്തിൻ്റെ ചൈതന്യത്തിന്, പ്രത്യേകിച്ചും സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വലിയൊരു ബോധ്യം. പിന്നെ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ പഴയ വീഞ്ഞ് രൂപാന്തരപ്പെട്ട്, വെള്ളം രൂപാന്തരപ്പെട്ട് വീഞ്ഞായി മാറുന്നത് അതെങ്ങനെയാണെന്നുള്ള വ്യത്യസ്തമായ വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ ബ്രദർ അത് വ്യക്തമാക്കിയപ്പോഴേ അത് വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. അതും ദൈവത്തിന് വലിയൊരു പ്രവർത്തനമായിട്ട് അത് കാണാനായിട്ട് സാധിച്ചു. എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മൾ ഈ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ റാനർ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും പ്രയോഗത്തിൽ അവർ ത്രിത്വത്തിലല്ല, ഏതെങ്കിലും ഒരു മോണിസ്റ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞതുപോലെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിലും സത്യത്തിൽ സുവിശേഷമല്ല, പഴയ നിയമത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇന്നും ക്രിസ്ത്യാനികൾ തുടരുന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കുറച്ചുകൂടി ആഴത്തിൽ അത് മനസ്സിലാക്കാനും എൻ്റെ തന്നെ ജീവിതത്തിൽ അതിന് കുറെ കൂടി വ്യത്യാസം വരുത്തണം എന്നുള്ള കാര്യം. പിന്നെ പഴയ നിയമത്തിൻ്റെ യുഗം അവസാനിച്ചു. ഈശോ തോമസ് ലേയോട് പറഞ്ഞില്ലേ, കാണപ്പെടുന്നത് നീ കണ്ടതുകൊണ്ട് തന്നെ വിശ്വസിച്ചു, പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വാസ്തവത്തിൽ ആ ഒരു വിശ്വാസത്തിലേക്കുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ ക്ലാസ്സുകളിലൂടെയെല്ലാം അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയെല്ലാം ലഭിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മാനുഷികമായി ഇപ്പം നിയമപരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യദൃഷ്ടിയിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ അടുത്തിരുന്ന ചേച്ചിയും പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, ജീരകം ഇത് തുളസി, ഇതിനെല്ലാം നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ മനുഷ്യദൃഷ്ടിയിലെല്ലാം ഓക്കെയാണ്, പക്ഷെ കാരുണ്യം, നീതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവഗണിച്ചു പോകുന്നു. അത് എനിക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന വ്യത്യാസങ്ങൾ ജീവിതത്തിൽ നമ്മൾ ആഴത്തിൽ ബോധ്യപ്പെടുകയാണെങ്കിൽ കുറെ കൂടി സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ. ബ്രദർ പല പ്രാവശ്യം പറഞ്ഞു, ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും സുവിശേഷമല്ല, സുവിശേഷം വാസ്തവത്തിൽ ഈശോയിലാണ്. ആ ഒരു ഈശോയുടെ പ്രബോധനങ്ങൾ ഈശോയുടെ ജീവിതത്തിന് അടിസ്ഥിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വരുവാൻ വളരെയേറെ ഉൾക്കാഴ്ചകൾ ഇതിലൂടെ ലഭിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം കൂടുതൽ ഉൾക്കാഴ്ചകൾ കൊണ്ട് ദൈവം ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.